ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ബുധനാഴ്ച നടക്കുന്ന SLC ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ലെസൺ 2-ലെ പോയട്രിയിലെ 2020 ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രാവശ്യം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവരെല്ലാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ആ കമൻറ്റായിട്ട് അഭിപ്രായപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീഡ് ദ പോയം പോയട്രി ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ കൺസിഡറിംഗ് ദ തീം, ഇമേജറി ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ നമ്മുടെ പോയട്രി എന്ന് പറയുന്ന പോയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാബ്ലോ നെരൂഡയുടെയാണ്. അപ്പൊ അവിടെ നിന്ന് പറയാണ്, ആ ചോദ്യത്തിൽ പറയാണ്, പ്രിപ്പയർ നോട്ട് ഓഫ് അപ്രീസിയേഷൻ കൺസിഡറിംഗ് ദ തീം, ഇമേജറി ആൻഡ് ദ പോയറ്റിക് ഡിവൈസസ്. ഈ പോയട്രി ഉപയോഗിച്ചിരിക്കുന്ന, ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തീമിനെ കുറിച്ചും പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറിയും മറ്റ് പോയറ്റിക് ഡിവൈസസ്. പോയറ്റിക് ഡിവൈസസ് എന്ന് വെച്ചാൽ അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ ഒരു കാവ്യാത്മകമായ അലങ്കാരങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനെ കുറിച്ചിട്ട് നിങ്ങളൊരു അതിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതുക, നോട്ട് ഓഫ് അപ്രീസിയേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇൻ ദിസ് പോയം പാബ്ലോ നെരൂഡ ടോക്സ് അബൌട്ട് ദ ക്രിയേറ്റീവ് ഇമാജിനേഷൻ, ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ദ പോയട്രി. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഇതല്ല വേറെ പോയം ആണെങ്കിൽ പോലും ആ പോയത്തിന്റെ പേരും അതുപോലെ തന്നെ അത് എഴുതിയ പേരും ആദ്യത്തെ സെന്റൻസിൽ തന്നെ മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തില് ഈ ഒരു പോയത്തിന്റെ തീമിനെ കുറിച്ചും ഇമേജറിയെ കുറിച്ചും പോയിന്റ് ഡിവൈസിനെ കുറിച്ചും ഒക്കെ ഒരു അപ്രീസിയേഷൻ, ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇത് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഇതിന്റെ പോയത്തിന്റെ പേര്, പോയം അല്ലെങ്കിൽ പോയട്രിയുടെ പേര്, പോയം എഴുതിയ പോയറ്റിന്റെ പേര്, പിന്നെ എന്താണ് അതിന്റെ ഒരു തീം, ചെറുതായിട്ട് എന്താണ്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പോയറ്റ് നരേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇതിലുള്ള പോയറ്റിക് ഡിവൈസസുകൾ, ഇതിന്റെ അർത്ഥത്തിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ഇൻ ദിസ് പോയം ദ പോയട്രി പാബ്ലോ നെരൂഡ ടോക്സ് അബൌട്ട് ദ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ദ പോയട്രി. അപ്പൊ ഇൻ ദിസ് പോയം പോയട്രി എന്നുള്ളതാണ് ഈ പോയത്തിന്റെ പേര്. ഈ പോയട്രി എന്ന് പറയുന്ന പോയത്തില് പാബ്ലോ നെരൂഡ, അത് എഴുതിയ വ്യക്തിയുടെ പേരാണ് പാബ്ലോ നെരൂഡ, ടോക്സ് അബൌട്ട് ദ ക്രിയേറ്റീവ് ഇമാജിനേഷൻ. അപ്പോൾ പാബ്ലോ നെരൂഡ ഇതിലിപ്പോ പറയുന്നത് ഒരു ഭാവനാത്മകമായ ഒരു സങ്കല്പത്തിനെ കുറിച്ചും അതുപോലെ ആർട്ട് ഓഫ് റൈറ്റിംഗ് പോയട്രി, ഒരു പോയട്രി എഴുതുന്നതിന്റെ ഒരു കലയെ കുറിച്ചിട്ടുമാണ് ഇതിൽ പറയുന്നത് എന്നുള്ള ആദ്യത്തെ സെന്റൻസ് നമ്മൾ എഴുതി. ഹി ഡിസ്ക്രൈബ്സ് ഹിസ് അമേസിംഗ് എക്സ്പീരിയൻസ് വിത്ത് ദ പോയട്രി. അപ്പൊ ഇതില് കവി അദ്ദേഹത്തിന്റെ അമേസിംഗ് ആയിട്ടുള്ള പോയട്രിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. He says that poetry found him in a time of depression and loneliness. അപ്പോൾ പോയറ്റ് പറയുന്നത് പോയട്രി ഫൗണ്ട് ഹിം, പോയട്രി അല്ലെങ്കിൽ പോയം അല്ലെങ്കിൽ കവിത അദ്ദേഹത്തെ കണ്ടെത്തുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അദ്ദേഹം കവിത എഴുതുന്നത് എപ്പോഴാണ്, അദ്ദേഹം ഡിപ്രഷൻ അല്ലെങ്കിൽ ലോൺലിനെസ്സിലായിരിക്കുമ്പോൾ, ഡിപ്രഷനിൽ അല്ലെങ്കിൽ ഏകാന്തിയിലായിരിക്കുമ്പോഴാണ് കവിത അദ്ദേഹത്തെ തേടി എത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങുന്നത്. ആൻഡ് ദെൻ ഹി വാസ് വിതൗട്ട് എ ഫേസ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു മുഖം പോലും ഇല്ലാതെയാകുന്നു, അദ്ദേഹം വേറൊരു വ്യക്തിയായിട്ട് മാറുന്നു എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് അവിടെ ആലങ്കാരമായി പറയുന്നത്. പോയട്രി ഹെൽപ് ഹിം ടു റിയലൈസ് ഹിസ് ഐഡന്റിറ്റി. പോയട്രിയാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിനെ റിയലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്നത്. ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഫാൻസി ആൻഡ് എൻജോയ് ദ സ്പ്ലെൻഡർ ഓഫ് ദ യൂണിവേഴ്സ്. ദ ക്രിയേറ്റീവ് പവർ ചേഞ്ച് ഹിം ഇൻ ടു യുണീക് ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ ഈ ക്രിയേറ്റീവ് പവർ ആണ്, ഇങ്ങനെയുള്ള ഒരു ഭാവനാത്മകമായ ശക്തി അദ്ദേഹത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറ്റുന്നു. He could fly on the wings of fancy and enjoy the splendor of the universe. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ പറഞ്ഞു ഈ ഒരു പവർ അദ്ദേഹത്തെ ഒരു യുണീക് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറ്റുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന് ചിറകുകൾ കൊണ്ട് ഒരു ഫാൻസിയുടെ ലോകത്തിൽ, ഒരു ഭാവനയുടെ ലോകത്തിൽ പറക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ ഒരു മനോഹാരിത എൻജോയ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നു. He could appreciate the magical views of the universe and respond to them. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഈ യൂണിവേഴ്സിന്റെ മാജിക്കൽ വ്യൂസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതിനെ ആസ്വദിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു, അതിനെ ആസ്വദിക്കുന്നു, എന്നിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. He was really trying to redefine the concept of poetry. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഈ പോയട്രിയുടെ ഒരു കൺസെപ്റ്റിനെ തന്നെ റീഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്.
ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ, ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ കവിതയുടെ തീമിനെ കുറിച്ചും പോയിട്ട് എന്താണ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത ഒരു പാരഗ്രാഫിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതിന്റെ ഇമേജറിയെ കുറിച്ചും അതിന്റെ പോയറ്റിക് ഡിവൈസിനെ കുറിച്ചിട്ടൊക്കെയാണ്. ദ പോയം ഈസ് റിട്ടൺ ഇൻ എ ബ്ലാങ്ക് വേർഡ്സ് ആൻഡ് ഈസ് സിംപ്ലി ആൻഡ് എൻജോയബിൾ. അപ്പൊ ഈ പോയം റിട്ടേൺ ചെയ്തിരിക്കുന്നത് ബ്ലാങ്ക് വേർഡ്സിലാണ്. അത് വളരെ സിമ്പിൾ ആണ്, അത് വളരെ എൻജോയബിൾ ആണ്. The use of alliteration, assonance and personification makes the poem very beautiful. Okay, ഇതാണ് ഇവിടുത്തെ poetic devices എന്ന് പറയുന്നത്. The use of alliteration, അതുപോലെ തന്നെ assonance, അതുപോലെ personification, ഇതൊക്കെ ആ പോയത്തിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നു. The use of images like branches of night, forgotten wings, palpitating plantation, etc. makes the poem all more enjoyable. ഓക്കെ, അപ്പൊ ഇവിടെ പലതരത്തിലുള്ള ഇമേജുകൾ, സങ്കല്പങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കവി. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, രാത്രിയുടെ ശിഖിരങ്ങൾ, രാത്രിയുടെ ബ്രാഞ്ചസ്, മറന്നുപോയ ചിറകുകൾ, ഫോർഗോട്ടൺ വിങ്സ്, പാൽപിറ്റേഷൻ പ്ലാന്റേഷൻസ്, ഇതൊക്കെ ആ പോയത്തിനെ വളരെ എൻജോയബിൾ ആക്കുന്നു. ഇതൊക്കെ അതിന്റെ ആ പോയറ്റിക് ഡിവൈസസിന്റെ ഭാഗമായിട്ട് വരുന്നു. ദ പോയട്രി സപ്ലൈസ് വിത്ത് അറ്റ്മോസ്റ്റ് പോയറ്റിക് ഇമാജിനേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. ഈ പോയട്രി നമുക്ക് വളരെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഒരു പോയറ്റിക് ഇമാജിനേഷൻ, ഒരു കാവ്യ സങ്കല്പം അല്ലെങ്കിൽ കാവ്യ പ്രചോദനമൊക്കെയാണ് ഈ ഒരു പോയട്രി അനുവാചകന്, വായിക്കുന്ന ആൾക്കാർക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണം നമ്മൾ ഏതൊരു പോയത്തിൻ്റെയും ഒരു അപ്രീസിയേഷൻ ഒക്കെ എഴുതാനായിട്ട്. ഇത് വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പം എന്തായാലും നിങ്ങളിത് പഠിച്ചിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ഇതിന്റെ പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് പഠിച്ച ഇംഗ്ലീഷ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട്, A+ തന്നെ വാങ്ങിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് നിങ്ങൾ മാക്സിമം കുട്ടികളിലേക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് പഠിക്കുക.